മുടി കൊഴിച്ചിലിനും മുടിക്കുണ്ടാകുന്ന സകല പ്രശ്നങ്ങൾക്കും ദാണ്ടെ ഈ പാത്രത്തിലിരിക്കുന്ന ഔഷധം മാത്രം മതി. മുടി കൊഴിച്ചിൽ എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഈ വന്ന കാലത്ത് ഈ ചെറിയ പ്രായം കുറഞ്ഞ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ മുടി ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് മുടി കൊഴിയുന്നു എന്നറിയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുളിക്കുന്ന നേരമാണ്, നമ്മുടെ തലയൊക്കെ തോർത്തുന്ന സമയത്താണ് മുടി ഏറ്റവും കൂടുതൽ കൊഴിഞ്ഞു പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ കുളി കഴിഞ്ഞിട്ട് വന്ന് ചീപ്പെടുത്ത് ചീവുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുന്നുള്ളത്. അപ്പോൾ മുടി കൊഴിഞ്ഞു പോകാതിരിക്കാനും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാനും വേണ്ടിയുള്ള ഒരു ഐറ്റമാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് ഇതിന് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഈ പറയുന്ന സംഭവം ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറുതായി ഒരു 1-2 ദിവസമല്ല, റെഗുലറായിട്ട് കുറച്ചധികം ദിവസം ചെയ്താൽ മതി. നിങ്ങളുടെ മുടിക്ക് നല്ല കട്ടിയും മുടി കൊഴിയാതിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം 2 കൂട്ടം ഐറ്റം മാത്രം മതി നമ്മുടെ മുടി കൊഴിച്ചിലിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടി. ആദ്യം വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഉലുവയാണ് കേട്ടോ. ഉലുവ എല്ലാവർക്കും അറിയാം. ഉലുവ എല്ലാ അസുഖങ്ങൾക്ക് പോലും ഏറ്റവും നല്ല ഒരു സാധനം തന്നെയാണ് ഉലുവ. പിന്നെ വേണ്ടുന്നത് നമ്മുടെ ചെറിയ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് എങ്ങനെയാണ് ഈ പറഞ്ഞ മുടി കൊഴിച്ചിലിനെ മാറ്റുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം ദാണ്ട് ഇതുപോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ ദാണ്ട് അത്യാവശ്യം മീഡിയം ലെവലുള്ളൊരു 8 ഉള്ളി എടുത്തിട്ടുണ്ട്. 8 ഉള്ളി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായിട്ട് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ. ഉള്ളിയുടെ കംപ്ലീറ്റ് സത്തുകൾ ഇറങ്ങണം. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചതച്ചിടാം, ഇല്ലാത്തവർക്ക് നേരിട്ട് ഇട്ടാൽ മതി. ഇനി വേണ്ടുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഉലുവ നമുക്ക് അത്യാവശ്യം ഒരു 2-3 സ്പൂണ് ഉലുവ ഇട്ടേക്കുക. വേണ്ടേ ഇട്ടിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ തന്നെ വേവിച്ച് നല്ല രീതിയിൽ ഇതിനെ ഉള്ളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ സത്തൊക്കെ ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് ഇതിനെ മാറ്റുകയാണ് കേട്ടോ. വേണ്ട ഇതിൻ്റെ കളറൊക്കെ തന്നെ ഉണ്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഗ്ലാസ്സിനകത്ത് ഈ വെള്ളം കൊണ്ട് എന്താണ് ഉപയോഗമെന്ന്. പക്ഷേ ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് പലർക്കും അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്. ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ നല്ല രീതിയിൽ തണുത്തതിന് ശേഷം ഒരു സ്പ്രെയറിനകത്ത്, നമ്മളിപ്പം പണ്ട് നമ്മൾ ഈ പറഞ്ഞ സാനിറ്റൈസറൊക്കെ വാങ്ങിച്ച പഴയ കുപ്പികളൊക്കെ വീട്ടിൽ കാണും, നന്നായിട്ട് അതിനെ വൃത്തിയാക്കി എടുക്കുക. ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം ആ കുപ്പിയിലേക്ക് ഒഴിച്ചു വെച്ചതിന് ശേഷം നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നമ്മുടെ മുടി ഓരോ ഭാഗവും ഒന്ന് വകഞ്ഞു മാറ്റി അതിലേക്ക് നല്ല രീതിയിൽ തലയോട്ടിയിലേക്കും ഈ തലമുടിയിലേക്കും നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് വെക്കുക. ഏകദേശം അരമണിക്കൂർ നിങ്ങളിത് തലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് വെച്ചിരിക്കണം. അതിനുശേഷം നമുക്ക് ഈ പറയുന്ന ഷാമ്പു ഉപയോഗിക്കരുത്, നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളയാം. പിന്നെ ഇത് എന്തെങ്കിലും രീതിയിലൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്ക് ഈ പറയുന്ന പയറുപൊടിയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് തലയിൽ തേച്ച് നമുക്കിത് കഴുകി കളയാവുന്നതാണ്. വളരെ എഫക്റ്റീവാണ്. നമ്മളിതൊരു വെള്ളമായിട്ട് കാണരുത് കേട്ടോ. കാര്യം കൊച്ചുള്ളിക്കും ഈ പറഞ്ഞ ഉലുവയ്ക്കും ഒരുപാട് ഗുണങ്ങളുണ്ട്, പ്രത്യേകിച്ച് മുടിക്ക് വേണ്ടിയുള്ള ഗുണങ്ങൾ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്തതിന് നോക്കിയ ശേഷം റിസൾട്ട് തന്നെ അറിയിക്കണം. അപ്പോൾ ഓക്കെ, ബൈ.